മുറല്ലാന്ന് പറയുന്നുണ്ട്, അത് ഞാനായിരുന്നെങ്കിൽ അത് കൊതിച്ചു പോയിരുന്നു. നിങ്ങൾ അവരോട് ഏകദൈവത്തിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെടുക, അല്ലാത്ത പക്ഷം കീഴടങ്ങാൻ പറയുക. മുഹമ്മദ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ്റെ ആഗമനത്തെപ്പറ്റി മറ്റുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളിലുള്ള പോലെ തന്നെ തൗറാത്തിലും എൻ്റെ സൂചനകളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തുണ്ടായിരുന്ന ബനൂ ഇസ്രായേലുകൾ, അതായത് ജൂതന്മാർ, അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അവരുടെ പരമ്പരയിൽ തന്നെ പ്രവാചകൻ ഉണ്ടാകണം. അതായത് ഈ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പരമ്പര ഉണ്ടാകണം എന്നൊരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കാലത്തെ ജൂതന്മാർ, ബനൂ ഇസ്രായേലുകൾ ഈ അറേബ്യൻ്റെ പല ഭാഗങ്ങളിൽ വന്ന് അവർ താമസം തുടങ്ങി. അതായത് ഖൈബർ, യദ്രിബ്, ഇന്നത്തെ മദീന, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലായിട്ട് വന്ന് ഇവർ സ്ഥിരതാമസം തുടങ്ങി. അവിടെ പ്രമുഖരായ ഒരു 3 ഗോത്രക്കാർ അന്നത്തെ ഉണ്ടായിരുന്ന ജൂത ഗോത്രങ്ങളുണ്ടായിരുന്നു. ബനു കൈനുഖാ, ബനു നദീർ, ബനു ഖുറൈദ എന്നൊക്കെ പറഞ്ഞ കുറേ ഗോത്രങ്ങളുണ്ടായിരുന്നു. അപ്പം ശരിക്കും യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ ജന്മം ബനു ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നല്ല, ഇതൊരു അറബികളിലെ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്നാണല്ലോ പ്രവാചകൻ്റെ ജന്മം ഉണ്ടാകുന്നത്. അപ്പോൾ അതോടുകൂടി ഇവർക്ക് ദേഷ്യമാകുകയാണ്. ഇവർ പിന്നെ നബിയെ പലതരത്തിലുള്ള ആക്രമിക്കാനായിട്ടും പലതരത്തിലുള്ളതും ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെ യുദ്ധത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ പ്രവാചകൻ തീരുമാനിച്ചു ഇവരെ കീഴടക്കാൻ, ഇവരുടെ ശല്യം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ട് നബി അവിടുന്ന് പറയുകയാണ്, നാളെ നമ്മൾ ഖൈബർ കീഴടക്കാൻ പോവുകയാണ്. അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാളെടുത്ത് ഞാൻ ഇസ്ലാമിൻ്റെ പതാക കൈമാറും. മുറല്ലാന്ന് പറയുന്നുണ്ട്, അത് ഞാനായിരുന്നെങ്കിൽ അത് കൊതിച്ചു പോയിരുന്നു. പിറ്റേ ദിവസം എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ നബി ചോദിച്ചു, അലി എവിടെ? അപ്പോൾ പറഞ്ഞു, പ്രവാചകരെ, അലി ചെങ്കണ്ണ് ബാധിച്ച് കിടക്കുകയാണ്, കൊണ്ടുവരാൻ പറഞ്ഞു. കസേരയിലിരുത്തി അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന ശേഷം നബി തുപ്പൽ തോണ്ടി കണ്ണ് തേച്ച് കൊടുത്തു. പതാക അലി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ഏൽപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, ഞാൻ എന്താണ് അവരോട് യുദ്ധം ചെയ്യുമ്പോൾ എന്താണ് അവരോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ കീഴടങ്ങുക. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ അവിടെ ഖൈബർ കീഴടക്കുകയാണ്. ജൂതന്മാരെ കീഴടക്കിയ ശേഷം പിന്നെ യുദ്ധത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് അവർക്ക് തന്നെ ഒരു പാട്ട വ്യവസ്ഥയിൽ ഈ ഖൈബർ അവർക്ക് തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു.